മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ. പ്രളയം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞിട്ടും പുനരധിവാസം നീളുന്നു. ദുരിതത്തിലായി പോത്തുകല്ല് പഞ്ചായത്തിലെ വാണിയമ്പുഴ നഗറിലെ ആദിവാസി കുടുംബങ്ങൾ. ഇവരുടെ പുനരധിവാസത്തിന് അധികൃതർ ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. 2018 പ്രളയത്തെ തുടർന്ന് വീടുകൾ നഷ്ടപ്പെട്ട പോത്തുകൽ പഞ്ചായത്തിലെ വാണിയമ്പുഴ നഗറിലെ ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നത് സംബന്ധിച്ച് പട്ടികവർഗ വകുപ്പും സർക്കാരും ഇപ്പോഴും തീരുമാനമെടുത്തിട്ടില്ല. 4 തൂണുകളിൽ വലിച്ചുകെട്ടിയ പ്ലാസ്റ്റിക് ഷീറ്റുകൾക്ക് താഴെ മഴയത്ത് നനഞ്ഞാണ് ആദിവാസികൾ കഴിയുന്നത്. 26ഓളം കുടുംബങ്ങളാണ് വാണിയമ്പുഴയിലുള്ളത്. ഏതാനും കുടുംബങ്ങൾ പഴയ സ്ഥലത്ത് പഴയ വീടുകളിൽ തന്നെ താമസം തുടരുന്നുമുണ്ട്. പുതിയ സ്ഥലത്ത് തന്നെ ഇനി പുതിയ വീടുകൾ വെച്ച് തന്നാൽ മതിയെന്ന ആദിവാസികളുടെ ആവശ്യത്തിന് ഇപ്പോഴാണ് വനം വകുപ്പിന്റെ അനുമതി ലഭ്യമായത്. അപ്പോഴും വീടുകൾക്കുള്ള ഫണ്ട് സർക്കാർ അനുവദിച്ചിട്ടില്ല. അതിനുള്ള പദ്ധതികളും 8 വർഷമായിട്ട് തയ്യാറാക്കിയിട്ടുമില്ല. എത്ര ആദിവാസികൾക്ക് വീട് നഷ്ടപ്പെട്ടുവെന്നോ എത്ര പേരുടെ വീടുകൾ പൂർണ്ണമായും ഭാഗികമായോ തകർന്നുവെന്നോ പട്ടികവർഗ വകുപ്പിന്റെ കയ്യിൽ കണക്കുമില്ല. എത്ര പേർക്ക് പുതുതായി വീടുകൾ വേണമെന്ന കണക്കുകൾ ഇപ്പോഴാണ് പട്ടികവർഗ വകുപ്പ് ശേഖരിക്കാനൊരുങ്ങുന്നത്. അതനുസരിച്ച് പുതിയ പദ്ധതി തയ്യാറാക്കി സർക്കാരിലേക്ക് സമർപ്പിക്കാനും ഒരുങ്ങുന്നതേയുള്ളൂ. 2019 ഞങ്ങളിപ്പോൾ ഇതേ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുമോ സർക്കാർ ഭാഗത്തു നിന്ന്? അല്ല, ഇതിലേറെ നല്ലത് പറയുമ്പോൾ ഞങ്ങളെ കൊല്ലുന്നതാണ് നല്ലത്. മഴ പെയ്ത സീറ്റെല്ലാം ചോർന്ന് പോവുകയാണ്. വേനലായി കഴിഞ്ഞാൽ ചൂട് കൊണ്ട് നിൽക്കാനും പറ്റുന്നില്ല. ഒരു വെട്ടവും കറണ്ടും ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ 5-8 വർഷം ഞങ്ങൾ ഇതേ ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകണം. കുഞ്ഞു കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്. ഇവരൊക്കെ കൂരി ഇരുട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. ആന വരുന്നുണ്ട്, മറ്റു വേറെ മൃഗങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിനൊന്നൊരു മാറ്റം ഞങ്ങൾക്ക് കിട്ടണമില്ല. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ ഓരോരുത്തരും പറയുന്നുണ്ട്. പട്ടികവർഗ പുനരധിവാസം ആൻഡ് വികസന മിഷനിൽ ആവശ്യത്തിന് പണം അനുവദിച്ച് സർക്കാരിന് ഇത് ചെയ്യാവുന്നതേയുള്ളൂ. വർഷം ഇത്രയായിട്ടും തദ്ദേശ സ്ഥാപനങ്ങളോ പട്ടികവർഗ വകുപ്പോ സർക്കാർ സംവിധാനങ്ങളോ ഇതിന് മുൻകൈ എടുത്തിട്ടില്ലെന്നതാണ് അത്ഭുതം. 2018 പ്രളയത്തിൽ വാണിയമ്പുഴ, ഇരുട്ടുകുത്തി, കുമ്പളപ്പാറ, തരിപ്പപ്പൊട്ടി എന്നീ ആദിവാസി നഗറുകളിലേക്ക് ചാലിയാർ പുഴ കടന്നു പോകാനുണ്ടായിരുന്ന ഏക ആശ്രയമായിരുന്ന നടപ്പാലം തകർന്നു പോയിരുന്നു. ഇതിന് പകരം പാലം വേണമെന്ന ആവശ്യത്തിന് ഇത്രയും വർഷത്തെ പഴക്കമുണ്ട്. ഇതിന് ഇപ്പോഴാണ് പരിഹാരമായത്. പാലത്തിന്റെ പ്രവൃത്തി ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. ഒന്നും തിന്നാക്കിട്ടില്ലെങ്കിലും നല്ല പേരിൽ കഴിയാലോ. അപ്പൊ അതൊന്നുമില്ലേ. വെറും കീറ ചീറ്റിന്റെ ഉള്ളിൽ നനഞ്ഞിട്ടും വിറച്ചിട്ടും കെട്ടിമറിഞ്ഞിട്ടും നിൽക്കലും നല്ലത്. എന്തൊരു ഗതികേടാ. അതൊക്കെ തന്നെ ഗതികേടും. എപ്പോഴാ പേരൊക്കെ ഇട്ടാ അതുവരെ അങ്ങനെ നിൽക്കും. മഴ പെയ്താൽ ഇപ്പൊ എന്താ, കാട്ടൊക്കെ പോണോലും കൂടി പോകൂല. ചോരുന്നുണ്ട്. ചോറുന്നത് കൊണ്ടല്ലേ ഞാനിങ്ങനെ പറയണത്. ചോരിൽ തന്നെയാ. പാത്രമൊക്കെ വെച്ച് കൊടുക്കും. വലിയ ചരുവ ബക്കറ്റൊക്കെ വെച്ച് കൊടുക്കും ചോറിന് അവിടെ. എന്നിട്ട് ഉറങ്ങും. അത് നിറയുമ്പോ കൊണ്ട് ചിന്തി കൊടുക്കും. അല്ലാതെ ഇപ്പൊ എന്താ, അങ്ങനെയൊക്കെ കഴിഞ്ഞു കൂടി പോണു. എങ്ങനെ ആവിയൊക്കെ തന്നിട്ടില്ലേ. തരും തോന്നണു. മഴക്കാലം കഴിയട്ടെ തരാന്. A+ വിഷൻ പോത്തുകൽ. അഴകിൻ റാണി നീ മഹാറാണി, മഹാറാണി. കനവിൻ റാണി എന്നും മഹാറാണി, മഹാറാണി. അണിയുന്ന വസ്ത്രങ്ങൾ നല്ലതാണെങ്കിൽ ആരാണ് മഹാറാണി ആവാത്തത്? മഹാറാണി സിൽക്സ് നിലമ്പൂർ കൽപ്പറ്റ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ഗോൾഡ് പാർക്ക് നിലമ്പൂർ ബഹ്റൈൻ. കാളത്തോട്ടുകാരൻസ് മഹാറാണി ജ്വല്ലേഴ്സ് നിലമ്പൂർ എടക്കര ബഹ്റൈൻ.